ആർക്കെങ്കിലും പിറകോട്ട് ജീവിക്കാൻ പറ്റുമോ? പ്രായം താഴോട്ട് സഞ്ചരിക്കുന്ന വിരളമായ അസുഖത്തോടുകൂടി ജനിച്ച ബെഞ്ചമിൻ ബട്ടൺ എന്ന മനുഷ്യന്റെ വല്ലാത്ത ഒരു കഥയാണ് ദി ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ. ഗർഭപാത്രം തേടി തിരിഞ്ഞു നടന്ന അത്ഭുത മനുഷ്യനായിരുന്നു അയാൾ. ഗോൺ ഗേളും പാനിക് റൂമും ഫൈറ്റ് ക്ലബും സെവനും സൃഷ്ടിച്ച സംവിധായകൻ ഡേവിഡ് ഫിൻഡറുടെ മറ്റൊരു അത്ഭുത കലാസൃഷ്ടിയാണ് ഈ സിനിമ. വാർദ്ധക്യത്തിൽ നിന്നും മധ്യവയസ്കനിലേക്കും അവിടെ നിന്ന് യൗവനത്തിലേക്കും പിന്നീട് കൗമാരത്തിലേക്കും ബാല്യത്തിലേക്കും ശൈശവത്തിലേക്കുമുള്ളൊരു വിപരീത ജീവിതമായിരുന്നു ബെഞ്ചമിൻ ബട്ടൻ്റേത്. ലോകക്രമത്തിന്റെ കാലഗണനയിൽ കൂട്ടം തെറ്റിപ്പോയ ഒറ്റയാൻ, ഭാവിയും വർത്തമാനവും ജീവിതം തന്നെയും കീഴ്മേൽ മറിഞ്ഞ അസാധാരണ മനുഷ്യൻ. ഋതുക്കൾ മാറി മറിഞ്ഞ മഞ്ഞു പെയ്തൊരു പ്രഭാതത്തിൽ പ്രണയിനിയുടെ സ്നേഹവാൽമീകത്തിൽ ഇത്തിരി നേരം എല്ലാം മറക്കാൻ എത്തിയ ബെഞ്ചമിൻ ബട്ടൺ ഞെട്ടിത്തരിച്ചുപോയി. തന്റെ കളിക്കൂട്ടുകാരി ഡെയ്സിക്ക് തന്നേക്കാൾ ഏറെ പ്രായമായിരിക്കുന്നു. മകളാവട്ടെ തന്നേക്കാൾ വലുതായിരിക്കുന്നു. എന്നാൽ തെറ്റിയത് ബട്ടനായിരുന്നു. തനിക്ക് പ്രായം കുറയുകയാണ് ചെയ്യുന്നത്. പൂർവാശ്രമത്തിൽ ഉപേക്ഷിക്കപ്പെട്ട വിരൂപിയായ കുഞ്ഞായിരുന്നു അയാൾ. ശേഷം ജരാനരകൾ തൊലിചുളിച്ച വൃദ്ധനായും ആരോഗ്യവാനായ യുവാവായും മറവിയിലാണ്ട കുട്ടിയായും ബെഞ്ചമിൻ ജീവിച്ചു. അയാളുടെ വളർച്ചയിൽ മാത്രം കാലം പിറകോട്ട് സഞ്ചരിച്ചു. എല്ലാം സാധാരണയായി തുടരുമ്പോഴും ബട്ടന് വേണ്ടി വിപരീതങ്ങൾ മാത്രം കാത്തുവെച്ചൊരു ലോകനീതി. മിത്തും യാഥാർത്ഥ്യവും ചരിത്രവും സ്വപ്നങ്ങളുമെല്ലാം സമന്വയിപ്പിച്ചൊരു ചലച്ചിത്ര സൃഷ്ടിയാണ് ദി ക്യൂരിയസ് കേസ് ഓഫ് ബെഞ്ചമിൻ ബട്ടൺ. ദേശാടനത്തിനൊടുവിൽ പിൻവിളി കേട്ട് ഓരോ തവണയും അയാൾ പ്രണയിനി ഡെയ്സിയുടെ സ്നേഹവലയത്തിലേക്ക് എത്തും. മനുഷ്യരൂപമില്ലാത്ത മാംസപിണ്ഡത്തെ പടിക്കെട്ടിൽ നിന്നും കണ്ടെടുത്തു കരുതലിന്റെ ചൂട് നൽകി വളർത്തിയ അമ്മയാണ് ഈ സിനിമയിലെ വെളിച്ചമാകുന്നത്. താങ്ങായി നിൽക്കുന്ന അവരാണ് ബട്ടന് തിരിച്ചറിവിന്റെ കരുത്തു നൽകുന്നത്. ഇടയ്ക്കിടയ്ക്ക് നല്ല കുട്ടിയായി ബെഞ്ചമിൻ അമ്മയിലേക്ക് എത്തുന്നുണ്ട്. ടെറാജി പി ഹെൻസനാണ് വളർത്തമ്മ ക്വീനിയെ അവതരിപ്പിക്കുന്നത്. ഡെയ്സി ആയി കേറ്റ് ബ്ലാൻഷറ്റും വേഷമിടുന്നു. ക്ലൈമാക്സ് രംഗം പ്രേക്ഷകന്റെ നെഞ്ചിലൊരു വിങ്ങലായി അവശേഷിക്കുമെന്ന കാര്യം തീർച്ചയാണ്. വിവിധ പ്രായത്തിലുള്ള ബെഞ്ചമിൻ ബട്ടന്റെ മാനദർശങ്ങൾ തിരശ്ശീലയിൽ അവിസ്മരണീയമാക്കി നടൻ ബ്രാഡ് പിറ്റ് ശ്രദ്ധ പിടിച്ചുപറ്റി. 2009 ഓസ്കറിൽ 9 നോമിനേഷൻ ലഭിച്ച ഈ ചിത്രം വിഷ്വൽ എഫക്ട്, മേക്കപ്പ്, ആർട്ട് ഡയറക്ഷൻ എന്നീ അവാർഡുകളും കരസ്ഥമാക്കി.